പോയി. ഹലോ ഗൈസ്, നമുക്ക് ഫോട്ടോ എടുത്ത് വന്നാലോ? ഞാനൊക്കെ റെഡിയേ. എങ്ങനെയുണ്ട് എൻ്റെ ക്വസ്റ്റ്യൻ കേസ്? കമൻറ്റ് ചെയ്യോ? ഓക്കേ. മോൻ്റെ കുസൃതികളൊക്കെയാണ്. നമ്മളിങ്ങനെ ഇറങ്ങാണ് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട്. ഹസ്ബൻഡ് വന്നപ്പോഴാട്ടോ നമ്മൾ ഫോട്ടോ എടുക്കാമെന്നുള്ള വിഷുവിന് ഒരു പ്ലാൻ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ചൊരു 4 കിലോമീറ്ററെങ്കിലും ഉണ്ടാവുള്ളൂ കേട്ടോ. അടുത്താണ്. എന്നിട്ട് ഇത് ലൊക്കേഷൻ വരുന്നത് ഫറോക്ക് പൊറ്റേക്കാട് പള്ളിത്തറ കേട്ടോ. അമ്പലമാണ്. വലിയ മോഡിഫൈ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ നല്ല ആംബിയൻസാണ്. എപ്പം വേണേൽ നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. അത്ര ക്രൗഡഡും അല്ല, എന്നാൽ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു ഏരിയ കേട്ടോ. നിങ്ങൾ ലൊക്കേഷനിൽ ക്യാമറ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അപ്പോൾ ഓക്കെ ആണോ എന്നൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. ഷൂട്ട് ചെയ്യുകയാണോ? അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് നടന്നു പോകുന്ന പോലെ ഞാനും മോനും കൂടെ നടന്നു പോകുന്നതൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് കേട്ടോ. ഹസ്ബൻഡാണ് ഷൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കമ്മൽ പോയി കേസ്. അതാണ് ഞാൻ ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത്. നടന്ന് വരുന്നതൊന്നും അങ്ങോട്ട് ഓക്കെ ആവുന്നില്ല. കാരണം ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് പോയത്. രാവിലെ നല്ല മഴക്കാറുള്ളതുകൊണ്ട് ഇനി മഴ പെയ്യുമോ വിചാരിച്ചിട്ട് ലേറ്റായിട്ടാണ് പോയത്. അങ്ങനെ അവനെ അവിടെ ഇരുത്തിയിട്ട് ഇതിൻ്റെ കുറച്ച് ഷോർട്സൊക്കെ എടുത്ത്, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ വെച്ച് കുറച്ച് എടുത്ത്. ഈ കണിക്കൊന്ന എന്ന് പറയുന്നത് ഭയങ്കര വല്ലാത്ത ചതിയാണ് ചെയ്യണത്. ഏപ്രിൽ മാസത്ത് പൂക്കേണ്ടത് മാർച്ച് മാസത്തിൽ പൂത്തൊലിഞ്ഞ് കൊഴിഞ്ഞു പോയി വിഷാകുമ്പോഴത്തേക്ക്. എന്നിട്ട് ഇത് കിട്ടാൻ ഭയങ്കര പെടുന്നത്. പിന്നെ നമുക്ക് ഭാഗ്യത്തിന് എന്തോ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ കൊന്നയൊക്കെ. അതൊക്കെ നമ്മൾ ചെന്ന് പറിച്ച് കുറച്ച് ഷോർട്സൊക്കെ എടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ ഗേസ്. ഫോട്ടോസൊക്കെ ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് കണ്ടു വെക്കൂ. പിന്നെ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യും. നിങ്ങൾ സപ്പോർട്ട് ചെയ്താലല്ലേ നമ്മുടെ ഫാമിലി വളർത്തിയെടുക്കാൻ പറ്റൂ. പിന്നെ മോൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവൻ പിന്നെ ഭയങ്കര കൂളാട്ടോ. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആൾ ഭയങ്കര കൂളാണ്. ഫോട്ടോസ് എടുക്കാനായാലും അങ്ങനെ ചൊറവ് ഒന്നുമില്ല. പിന്നെ അവനെ എടുത്ത് കൊണ്ടുവരാനാണ് പാട്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പിടിച്ചിടിച്ച് കൊണ്ടുവരികയാണ്. പിന്നെ എൻ്റെ കുറച്ച് സിംഗിൾ ഷോട്ട്സൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ കുറച്ച് ഗ്രൂപ്പായിട്ട് എടുത്തു. പിന്നെ ഞങ്ങൾ വേഗം ഇറങ്ങാമെന്നുള്ളതായി കേട്ടോ. വെയിൽ നല്ല അടിച്ചു തുടങ്ങി. അപ്പോഴത്തേക്ക് നല്ല ടയേർഡുമായി. ലേറ്റായിട്ടാണ് ഒന്നാമത് പോയത്, അതിൻ്റെ കൂടെ നല്ല വെയിലും. അപ്പോൾ ഞങ്ങൾ വേഗം ഇറങ്ങാമെന്നുള്ള വിചാരിച്ചു. കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസ്, ഫാമിലി ഫോട്ടോസ് എടുത്തു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ. അപ്പോൾ എന്തൊക്കെ നമ്മൾ ചർച്ച ചെയ്യണം, ഇതിങ്ങനെ പിടിക്കുക ഇതങ്ങനെ പിടിക്കുക എന്നുള്ളതൊക്കെ. അതങ്ങനെയാണല്ലോ, 2-3 പേര് കൂടി കഴിഞ്ഞാൽ പിന്നെ അഭിപ്രായങ്ങൾ പലതുമാണല്ലോ, പ്രത്യേകിച്ച് ഞാനും എൻ്റെ ഹസ്ബൻഡ്. അങ്ങനെ ഹസ്ബൻഡിന് കുറച്ച് ഷോർട്സൊക്കെ എടുത്തു റീലിന് വേണ്ടിയിട്ട്. ഹസ്ബൻഡിൻ്റെ പേജ് ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ തീരുമാനമായി പോവേണ്ടത്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ ഫോട്ടോസൊക്കെ ഇതിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയുക ഗൈസ്. കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ തീർച്ചയായിട്ടും കേട്ടോ. ഓക്കെ, ബൈ.